ഗുഡ് മോർണിംഗ് സ്റ്റുഡൻറ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോർഷൻസ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന ലെസണിലെ ലാസ്റ്റ് ഹെഡിങ് ആയിട്ടുള്ള ഓവർവ്യൂ ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻ ഇന്ത്യ ആ ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, ഒരു രാജ്യത്തിൻ്റെ, അതായത് നമ്മുടെ നേഷൻ എന്ന് പറയുമ്പോൾ രാജ്യത്തിൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് മെയിനായിട്ട് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഡെവലപ്മെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ ഇതിന് മുന്നേ ഫീച്ചേഴ്സും ഫങ്ഷൻസ് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബെസ്റ്റ് പെർഫോമിംഗ് മാർക്കറായിട്ട് നമ്മുടെ ഇന്ത്യ ക്യാപിറ്റൽ മാർക്കറ്റ് വേൾഡിലെ തന്നെ നമ്പർ 1 ക്യാപിറ്റൽ മാർക്കറ്റായിട്ട് ഇന്ന് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് കൂടെ നമുക്ക് നോക്കുക. അതായത് ഈ ലാസ്റ്റ് 5 വർഷത്തിനിടയിൽ ക്യാപിറ്റൽ മാർക്കറ്റിൽ, ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് വൺ നമുക്കിതിൽ നോക്കാനുള്ള പോയിൻ്റ് സ്റ്റോക്ക് മാർക്കറ്റാണ്. The evolution of the stock market is generally seen as an important features of developing country. ഒരു ഡെവലപ്പിംഗ് കൺട്രിയുടെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് അവിടുത്തെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഇവല്യൂഷൻ എന്നുള്ളത്. അപ്പം നമുക്ക് മെയിൻ എക്സാമ്പിൾ 1875 സ്റ്റാർട്ട് ചെയ്ത് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. അതിപ്പോഴും നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ആ ഒരു ഡെവലപ്മെൻറ്റ്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് അത് ഇപ്പോഴും വർക്ക് ചെയ്യുന്നു. അപ്പോൾ അത് തന്നെ എന്താണ്, ഇറ്റ് ഈസ് എ ഡെവലപ്പിംഗ് ഇക്കോണമിയാണ് കാണിക്കുന്നത്. സെക്കൻഡ് വൺ വരുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നമ്മുടെ നാട്ടിൽ ടോട്ടൽ ഇത് ഓവറോൾ ദി കൺട്രി 24 സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആണ് ഇപ്പോൾ റൺ ചെയ്യുന്നത്. അതിൽ 8 എണ്ണം പെർമനൻറ്റ് റെക്കഗ്നിഷൻ, അതായത് രജിസ്റ്റേർഡ് ചെയ്തിട്ടുള്ളതാണ്. ബാക്കി ഉള്ള സ്റ്റോക്ക് മാർക്കറ്റുകൾ അവരുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫങ്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാ വർഷവും അവരെന്ത് ചെയ്യണം, ഈ ഒരു റെക്കഗ്നിഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണം. 5 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ യാതൊരു റെക്കഗ്നിഷനും ഇല്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അറ്റ് പ്രസൻറ്റ് ആക്റ്റീവായിട്ട് നമുക്ക് കാണാൻ പറ്റും ഓൺലി 20 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നത്. Several deregulations and liberalizations, the turnover rate and the market capitalization growing. പിന്നെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ, അതായത് ഡീറെഗുലേഷൻ ആൾറെഡി സ്ട്രിക്റ്റ് കൺട്രോൾ ഉണ്ടായിരുന്നു, അതൊക്കെ എന്ത് ചെയ്തു, റിമൂവ് ചെയ്തു. അങ്ങനെയുള്ള കൺട്രോൾ റിമൂവ് ചെയ്തു. അതേപോലെ ലിബറലൈസേഷൻ കൊണ്ടുവന്നു. ഇതൊക്കെ ടോട്ടൽ ഓവറാൾ ഗ്രോയിങ് അല്ലെങ്കിൽ ക്യാപിറ്റലൈസേഷൻസ് കൂടാൻ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ദ നെക്സ്റ്റ് വൺ വരുന്നത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. NSEയുടെ പ്രവർത്തനമാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. NSE നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇത് എൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് 1993 ഇതിൻ്റെ ഫങ്ഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. നാഷണൽ വൈഡ് ട്രേഡിംഗ്, ദ ഹോൾ ഇന്ത്യ മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ പ്രവർത്തനം. ഹൈ ലെവൽ ഓഫ് ട്രാൻസ്പെറൻസി, അതായത് അതിൻ്റെ ഫങ്ഷൻസ്, അതിനുമായി ബന്ധപ്പെട്ടുള്ള ഡീലിങ്സ്, ഡേ ബൈ ഡേ അതിൻ്റെ പർച്ചേസ് വാല്യൂവിൽ വരുന്ന ഡിഫറൻസ്, ഇതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്നത് ഫാസ്റ്റർ സെറ്റിൽമെൻറ്റ് വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. ഇതൊക്കെയാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പോയിൻ്റ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഇത് ഇൻട്രൊഡക്ഷൻ ഓഫ് ഓൺലൈൻ ട്രേഡിംഗ് ത്രൂ ദ നെറ്റ്വർക്കിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഇപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഓൺലൈൻ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ് ഇത് ബോൾട്ട്. ടാറ്റ ഗ്രൂപ്പാണ് ഇത് റൺ ചെയ്യുന്നത്. 1995 ഓൺവേർഡ്സാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഈ ഒരു ഓൺലൈൻ ട്രേഡിംഗ്, അതായത് ബോൾട്ട് എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നിട്ടുള്ളത്. ഈ ഏകദേശം 685 മെമ്പേഴ്സ് ഇന്ന് നമുക്ക് കാണാൻ പറ്റും ഓൺലൈൻ ട്രേഡിങ്ങിൽ. ദെൻ നെക്സ്റ്റ് 5ാമത്തെ പോയിൻ്റ് പറയുന്നത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് OTCI സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 1992 OTCI മീൻസ് ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ. പ്രത്യേകിച്ച് ഒരു ഫിസിക്കൽ പ്ലാറ്റ്ഫോമിലൂടെ അല്ലാതെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ട്രേഡിംഗ് ആണ് അവിടെ നടക്കുന്നത്. ഇതൊരു ഫസ്റ്റ് റിംഗ്ലെസ് അല്ലെങ്കിൽ സ്ട്രിപ്ലെസ് ഇലക്ട്രോണിക് ലൂടെ ട്രാൻസാക്ഷൻസ് നടത്തുന്നതാണ്. ഇറ്റ് ഇംപ്രൂവ് ദ സർവീസസ്. മെയിൻലി ഇത് ഫങ്ഷൻ ചെയ്യുന്നത് അതായത് സ്മാൾ ബിസിനസ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ദെൻ ഇറ്റ് ഇൻക്ലൂഡ് ദ ഗ്രോത്ത് ഇക്വിറ്റി മാർക്കറ്റ്. അതായത് നമ്മൾ സ്റ്റാർട്ടപ്പ് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലിസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടും ഇക്വിറ്റി ക്യാപിറ്റൽ, ഡെപ്റ്റ് ക്യാപിറ്റൽ റൈസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിൽ സ്റ്റാർട്ടപ്പ് കമ്പനികളെ ഫിനാൻഷ്യൽ ബേർഡൻ അല്ലെങ്കിൽ ഫിനാൻഷ്യലുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ ഒരു ക്രൈസിസിൽ അവരെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഏത് വന്നിട്ടുള്ളത്, ദ ഗ്രോത്ത് ഇക്വിറ്റി മാർക്കറ്റ്. മെയിനായിട്ട് അവർ നോക്കുന്നത് ഏത് ഏരിയയാണ്, സ്റ്റാർട്ടപ്പ് കമ്പനികളുടെ ഫിനാൻഷ്യൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ദ നെക്സ്റ്റ് വൺ 6ാമത്തെ ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റി.
ഏകദേശം 1750 ലിസ്റ്റഡ് കമ്പനീസാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഉള്ളത്. ഈ ലിസ്റ്റഡ് കമ്പനി പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഷെയർസും ഡിബഞ്ചേഴ്സിൻ്റെയൊക്കെ ട്രേഡിങ് ഏതിലൂടെയാണ് വരുന്നത്? സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് ഷെയർ ഹോൾഡേഴ്സ്. നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ എണ്ണം നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 40 മില്യൺ ഷെയർ ഹോൾഡേഴ്സിനെ നമുക്ക് ഇന്ന് എവിടെ കാണാൻ പറ്റും? നമ്മുടെ ഈ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയുള്ള ഡീലിങ്ങിലൂടെ കാണാൻ കഴിയും. ഇത് കാണിക്കുന്നത് ഇത് സെക്കൻഡ് ലാർജസ്റ്റ് ഇൻ ദ വേൾഡ്, ലോകത്തിലെ തന്നെ ട്രാൻസാക്ഷൻ അതായത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ എണ്ണം നോക്കുകയാണെങ്കിൽ സെക്കൻഡ് പൊസിഷനിലാണ് ഇന്ത്യ ഉള്ളത്. നെക്സ്റ്റ് വൺ വരുന്നത് മ്യൂച്വൽ ഫണ്ട്. നമ്മളിതിന് മുന്നേ ഫീച്ചേഴ്സ് നോക്കിയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാപിറ്റൽ മാർക്കറ്റിൽ നമ്മളിപ്പോൾ ഏത് കൂടെ യൂസ് ചെയ്യുന്നുണ്ട്? മ്യൂച്വൽ ഫണ്ട് ഇൻസ്ട്രുമെൻറ്റും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് വാല്യൂൻ്റെ ഏകദേശം ഒരു 25% വരെ നമുക്ക് മ്യൂച്വൽ ഫണ്ട് വഴി നമുക്ക് എന്ത് ചെയ്യാം? ബിസിനസ് ചെയ്യാം. നെക്സ്റ്റ് വൺ വരുന്നത് പ്രൈമറി മാർക്കറ്റ്. IPO ആണ്, ഇനീഷ്യൽ പബ്ലിക് ഓഫറാണ് ഇവിടെ പറയുന്നത്. 1991 ഡീറെഗുലേഷൻ, അതായത് കൺട്രോളൊക്കെ ഏകദേശം ഒരു റിമൂവൽ വന്നത് ആ ഒരു സമയം മുതൽ 1991 ലിബറലൈസ്ഡ് പോളിസി വന്നത് മുതൽ ഇക്വിറ്റീസ് അലൗഡ് ടു ബി പ്രൈസ് ഫ്രീലി, വളരെ ഫ്രീ ആയിട്ട് കമ്പനികൾക്ക് അവരുടെ ഇക്വിറ്റിക്ക് എമൗണ്ട് എത്രയാണ് എന്ന് ഡിസൈഡ് ചെയ്യാനുള്ള ഒരു പവർ കിട്ടി. ഇതിന് മുന്നേ ഈ കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് കൺട്രോളർ ഓഫ് ക്യാപിറ്റൽ ഇഷ്യൂ CCI എന്ന് പറയുന്നതായിരുന്നു. അപ്പോൾ 1991 ഡീറെഗുലേഷന് ശേഷം അതാരാണ് ചെയ്യുന്നത്? സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ആ ഒരു സ്ട്രിക്റ്റ് കൺട്രോളിന് പകരം അതാർക്ക് കിട്ടി? കമ്പനികൾക്ക് ഡിസൈഡ് ചെയ്യാം എന്നായി. ഇന്ത്യൻ കമ്പനീസ് ഫോർ റേസിംഗ് ക്യാപിറ്റൽ, അതുകൊണ്ട് ഇന്ത്യൻ കമ്പനികൾ കൂടുതലായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് അട്രാക്റ്റ് ആയി അവർക്ക് കൂടുതൽ ഫണ്ട് റേസിംഗ് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ കഴിഞ്ഞു. ഇറ്റ് എൻകറേജ് ചെയ്ത സ്മാൾ കമ്പനി, അതേപോലെ തന്നെ ചെറിയ കമ്പനികൾക്ക് കൂടെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഫങ്ഷൻസാണ് പ്രൈമറി മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത OTCI ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച്. IPO ഹാവ് കോൺട്രിബ്യൂട്ടഡ് മോർ ദാൻ പബ്ലിക് ഡെപ്റ്റ് ഇഷ്യൂ ആൻഡ് റൈറ്റ് ഇഷ്യൂ. നമ്മൾ ഇക്വിറ്റിയിൽ ഷെയർസ് പ്രിഫറൻസസ് ആ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ ഇനീഷ്യൽ പബ്ലിക് ഓഫർ വഴി നമുക്ക് ഡെപ്റ്റ് ത്രൂ ദ ഡെപ്റ്റ് ഇഷ്യൂ അതല്ലെങ്കിൽ ബോണ്ട് റൈറ്റ് ഇഷ്യൂ ഈ ഇതിലൊക്കെ കൂടുതലായിട്ട് പിന്നെ കമ്പനികൾക്ക് ഫണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞു. ദ നെക്സ്റ്റ് വൺ വരുന്നത് 10ാമത്തെ പോയിൻ്റാണ്. ദ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത് 1988 ഏപ്രിൽ 12 ഇത് റെഗുലേറ്റ് ചെയ്തിരിക്കുന്നത് അണ്ടർ ദി കൺട്രോൾ ഓഫ് ദ ഗവൺമെൻറ്. അതുവരെ അതായത് ആ ഒരു 1988 സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഫങ്ഷൻ ചെയ്യുന്നതിന് മുന്നേ വരെ ഈ ഒരു പവർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ പ്രൈമറി മാർക്കറ്റ് കൺട്രോൾ ചെയ്തിരുന്നത്, അതിൻ്റെ എമൗണ്ട് ഫിക്സ് ചെയ്തിരുന്നത്, ബ്രോക്കേഴ്സുമായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഇതെല്ലാം ഡീൽ ചെയ്തിരുന്നത് CCI. അതായത് CCI ആണ്, കൺട്രോളർ ഓഫ് ക്യാപിറ്റൽ ഇഷ്യൂ ആണ് അതുവരെ ഉണ്ടായിരുന്നത്. പിന്നെ ആ ഒരു പവർ ആർക്ക് നൽകുകയാണ് ചെയ്യുന്നത്? സെബിക്ക് കൊടുക്കുകയാണ് ചെയ്തത്. 1992 ബിക്കം എ സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് പവർഫുൾ ഓർഗനൈസേഷൻ. 1992 സെബി എന്തായിട്ട് മാറണ? ഒരു സ്റ്റാറ്റ്യൂട്ടറി അതല്ലെങ്കിൽ ഒരു പവർഫുൾ ഓർഗനൈസേഷൻസ്, അതായത് അധികാരം കയ്യിലുള്ള ഒരു ഓർഗനൈസേഷനായിട്ട് വരികയാണ് ചെയ്യുന്നത്. ഏപ്രിൽ 14 മുതൽ സെബി ഒരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് മാറി. ഇത് ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഇത് മെയിനായിട്ട് അതിൻ്റെ എന്തിനു വേണ്ടിയായിരുന്നു ഇങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദി സെക്യൂരിറ്റി മാർക്കറ്റ് ഇൻ ഇന്ത്യ, നമ്മുടെ രാജ്യത്തെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, അതായത് ആ ഒരു കാര്യം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് സ്പെഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യണം എന്ന് പറയുന്ന ഒരു എക്കണോമിക് ലിബറലൈസ്ഡ് പോളിസിയുടെ ഭാഗമായിട്ടാണ് സെബി 1992 മുതൽ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങിയത്. ഇറ്റ് പ്രൊവൈഡ് ആഡിക്വേറ്റ് ഇൻവെസ്റ്റേഴ്സ്, അതായത് ഇൻവെസ്റ്റേഴ്സിനുള്ള സപ്പോർട്ടും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഡെവലപ്മെൻറ്റും അതേപോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് റെഗുലേറ്റർ ഓഫ് ദി സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഒരു ബാക്കി ആർക്കും ഒരു ബയാസ് അല്ലെങ്കിൽ അണ്ടർ ദ കൺട്രോളിലല്ലാതെ ഒരു ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യുന്നത് എന്ന ഒരു പൊസിഷനിലേക്ക് സെബി വന്നു. നൗ ദ മെയിൻ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ മെയിൻ റെഗുലേറ്ററി സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ കൺട്രോളിംഗ് പവർ എന്ന് പറയുന്നത് ആരുടെ കയ്യിലാണ്? സെബിയുടെ കയ്യിലാണ്. ദെൻ നെക്സ്റ്റ് 11ാമത്തെ പോയിന്റ് പറയുന്നത് ഇൻട്രൊഡക്ഷൻ സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് സിസ്റ്റം. നമുക്കറിയാം ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമാണ് നമ്മുടെ നാട്ടിലെ മെയിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇവർ രണ്ടുപേരും അവരുടെ ട്രാൻസാക്ഷൻസ് ഡേ ബൈ ഡേ സ്ക്രീനിലൂടെ അവരെന്ത് ചെയ്യുന്നുണ്ട്? ജനറൽ പബ്ലിക്കിനെ ഇൻഫോം ചെയ്യുന്നുണ്ട്. ദെൻ 12ാമത്തെ പോയിന്റ് പറയുന്നത് മെഷേഴ്സ് ടു കർബ് ഇൻസൈഡർ ട്രേഡ്. കർബ് മീൻസ് ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുക എന്നൊക്കെ പറയും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇൻസൈഡർ ട്രേഡിനെ കൺട്രോൾ ചെയ്യുക, അതല്ലെങ്കിൽ ഇൻസൈഡർ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കിന്
ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിന് മുന്നേ കമ്പനിക്കകത്ത് നിന്ന്, അതായത് അകത്തുള്ള ഓഫീസേഴ്സ് തന്നെ എന്ത് ചെയ്യുക, ഷെയർസ് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുക. കാരണം പബ്ലിക്കിലേക്ക് അവരൊരു എമൗണ്ട് കോട്ട് ചെയ്യുന്നതിന് മുന്നേ ബിസിനസ്സിനകത്തുള്ള ആളുകൾക്ക് അവർക്ക് അറിയാൻ പറ്റും ഷെയർസിൻ്റെ വാല്യൂവും മറ്റു കാര്യങ്ങളും. അപ്പോൾ അവർ തന്നെ ട്രേഡ് നടത്തുന്നതാണ് ഇൻസൈഡർ ട്രേഡിംഗ്. അപ്പോൾ അതിനുശേഷം പബ്ലിക്കിലേക്ക് എത്തുമ്പോൾ അത് ഏകദേശം ഒരു ബാർഗെയിനിങ് ഒക്കെ കൂടുതലായിട്ട് വരാൻ തുടങ്ങി. അപ്പോൾ അങ്ങനത്തെയുള്ള ഇൻസൈഡർ ട്രേഡിംഗ് എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. അതേപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറുമായി ബന്ധപ്പെട്ടുള്ള വയലേഷൻസ് അതിലൊക്കെ തീരുമാനങ്ങൾ എടുക്കുക. ബ്രോക്കേഴ്സുമായിട്ടുള്ള പ്രൊസീജിയറിൽ സെറ്റിൽമെൻറ്റ് ക്ലിയർ ചെയ്യുക. പിന്നെ അത് വരുന്ന ക്യാപിറ്റൽ ഷോർട്ടേജ് വരികയാണെങ്കിൽ അതല്ലെങ്കിൽ സെൽഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് റൂൾസുമായി ബന്ധപ്പെട്ടിട്ട് അപ് ടു ഡേറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ആര് കൊണ്ടുവന്നു, നമ്മുടെ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ കൊണ്ടുവന്നു. മെയിനായിട്ട് ഇവിടെ വരുന്നത് ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, താങ്ക് യു.